റിയൽമി C1 റിയൽമിക്കാരുടെ ഏറ്റവും പുതിയ ഫോണുകളിലൊന്നാണ്. റിയൽമി ഈ വർഷം മെയ് ജൂണിൽ ലോഞ്ച് ചെയ്തൊരു കമ്പനിയാണ് ഓപ്പോയുടെ സബ്സിഡറി ആയിട്ട്. അവർ ഈ വർഷം കുറച്ച് അധികം ഡിവൈസുകൾ ഇറക്കി. അതിൽ ഏറ്റവും വില കുറഞ്ഞ ഡിവൈസാണ് റിയൽമി C1. അത് ഇവർ ഇന്ന് റിയൽമി 2ൻ്റെ അതേ സ്പെക്സ്, അതായത് അതേ പ്രോസസ്സറൊക്കെ യൂസ് ചെയ്താണ് ഈ ഫോൺ ഇറക്കിയത്. ഇതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 450 ആണ്. ഡ്യുവൽ ക്യാമറയുണ്ട്, കാണാൻ വലിയ തരക്കേടില്ല. അങ്ങനെ ഈ പ്രൈസിന് ഇത് ഓഫർ ചെയ്യുന്ന വളരെ നല്ലൊരു ഇതാണ്. ഇതിനാകെ 6,990 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തെങ്കിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് 7,500 രൂപയ്ക്കാണ്. ഇത് അവൈലബിൾ ആയത് ഫ്ലിപ്കാർട്ടിലൂടെയാണ്. എന്തായാലും പ്രൈസ് ടു സ്പെക്ക് റേഷ്യോ ഇത് വളരെ നല്ലതാണ് ഈ ഫോൺ, അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ. നമുക്ക് നോക്കാം ഈ ഡീറ്റെയിൽ റിവ്യൂവിൽ ഈ ഫോൺ എത്ര നല്ലതാണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഈ ഫോൺ ഡിസൈനെ കുറിച്ചാണ്. സത്യം പറയാമല്ലോ, ഈ പ്രൈസിൽ ഈ ഫോണിൻ്റെ ഡിസൈനെ വെട്ടിക്കാൻ ഒരു ഫോണും പറ്റില്ല. വളരെ എന്താ പറയുക, നല്ല ഗുഡ് ലുക്സ് ഉള്ളൊരു ഫോണാണത്. ഇതിൽ ശരിക്കും റിയൽമിക്കാരുടെ ഒരു പേറ്റൻറ്റ് ഡിസൈൻ, അല്ല പേറ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു ഡിസൈനാണത്. കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാസ്റ്റിക് ഫോണാണ്. ഇതൊരു ഗ്ലാസ് ഫോണല്ല, പ്ലാസ്റ്റിക്കാണ്. വളരെ റിഫ്ലക്റ്റീവ് ആണെന്ന ഗ്ലാസ് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ കാണാൻ ഭയങ്കര ലുക്കാണ്. എനിക്ക് ആക്ച്വലി ഈ പ്രൈസ് 7,500 രൂപയ്ക്ക് ഈ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫോണും കമ്പ്യൂട്ട് ചെയ്യാൻ പോലും ഇല്ല. പിന്നെ കയ്യിൽ പിടിക്കാനും ഒരു സുഖമുണ്ട്. പിന്നെ 3.5 ഹെഡ്ഫോൺ ജാക്കുണ്ട്. പിന്നെ മൈക്രോ USB പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്യുവൽ ക്യാമറ, ഞാൻ ആസ് മെൻഷൻ ഡ്യുവൽ ക്യാമറയുണ്ട് ഈ ഫോണിന്. കയ്യിൽ പിടിക്കാൻ ഡീസൻ്റാണ്. 4235 ബാറ്ററിയാണ്. നമുക്ക് അതിൻ്റെ ഒരു ഫീലൊന്നുമില്ല. ഇതിന് പ്രശ്നം വെച്ചാൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല എന്നുള്ളൊരു പോരായ്മയാണ്. പക്ഷേ ഇതിന് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫേസ് അൺലോക്ക് ഉണ്ട്. നല്ല വെളിച്ചമുള്ളപ്പോൾ മാത്രമേ ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുള്ളൂ. ലൈറ്റ് ടൈമിൽ ഇതിൻ്റെ ഫേസ് അൺലോക്ക് മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പോരായ്മയാണ്. പിന്നെ ഇപ്പോൾ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണത്. അതായത് 6.2 ഇഞ്ച് IPS ഡിസ്പ്ലേ ആണ്. അതായത് 720 HD+ ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയാവുന്ന റെസൊല്യൂഷനാണ് എന്നുള്ളത്. ഭയങ്കര സാച്ചുറേറ്റഡ് ഡിസ്പ്ലേ ആണത്. അതായത് വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കര നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടെക്സ്റ്റ് നമ്മൾ ഒരുപാട് നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് ജാറിൻ്റെ എഡ്ജസും ടെക്സ്റ്റിൽ ക്ലാരിറ്റി കുറവുണ്ടെന്നൊക്കെ തോന്നാമെങ്കിലും, പക്ഷേ നമ്മുടെ റൂമിനകത്ത് നിന്ന് കാണുമ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ്. വീഡിയോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡിസ്പ്ലേ ആണത്. കാരണം ചെറിയ നോച്ചുണ്ട്, പിന്നെ അതിൻ്റെ ഒപ്പം ഡിസ്പ്ലേ ഒരു നല്ലതാണ്. പക്ഷേ പുറത്ത് സൺലൈറ്റ് ലെജിറ്റിവിറ്റി ഭയങ്കര മോശമാണ്. ഡിസ്പ്ലേ ഭയങ്കര റിഫ്ലക്റ്റീവ് ആണ്. പക്ഷേ ഈ പ്രൈസിന് ഈ ഡിസ്പ്ലേ ഭയങ്കര നല്ലതാണ്. പിന്നെ നമുക്ക് സംസാരിക്കാവുന്ന സോഫ്റ്റ്വെയറും പെർഫോമൻസും കുറിച്ച്. സോഫ്റ്റ്വെയർ ColorOS ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ആൻഡ്രോയിഡ് സ്കിന്നിൽ ഒന്നാണ് ColorOS. അപ്പോൾ ഇത് വരുന്നത് ആൻഡ്രോയിഡ് 8.1, ColorOS വേർഷൻ 5.1 ആണ്. RAM 2GB 16GB ഇൻറ്റേർണലി ഫോണുണ്ട്. സെക്യൂരിറ്റി പാച്ച് November 5 ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ ഇറക്കിയെന്ന് പറഞ്ഞാൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തുക. പക്ഷേ ColorOS എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൻഡ്രോയിഡ് സ്കിന്നിൽ ഒരെണ്ണമാണ്. ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് സ്നാപ്ഡ്രാഗൺ 450 ആണുള്ളത്. ഇത് തന്നെ ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്ക് സ്കോറാണ്. 7,500 രൂപയ്ക്ക് ആൻഡ്രോയിഡ് സ്നാപ്ഡ്രാഗൺ 450 വളരെ നല്ലൊരു ചിപ്സെറ്റാണ്. പിന്നെ നമുക്ക് ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആൻഡ്രോയിഡ് റൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് സ്നാപ്ഡ്രാഗൺ 450 ഉണ്ട്, 720p ഡിസ്പ്ലേ, 13 MB റിയർ ക്യാമറ, പിന്നെ അഡ്രീനോ 506 ആണ് ഇതിൻ്റെ GPU, പിന്നെ RAM 2GB, 16GB, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് 8 കോറുണ്ട്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാം. ഇപ്പം ഞാനെന്താ ചെയ്യുന്നത്, ഞാനിതിൻ്റെ ഒരു കുറച്ച് ഗെയിമിങ് ചെയ്തതിൻ്റെ ഒരു ശകലം ഡീറ്റെയിൽസ് ഒരു ക്ലിപ്പ് ഞാൻ ഇടാം. അതിലൂടെ നിങ്ങൾക്ക് ഗെയിമിംഗ് പെർഫോമൻസും ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സാമ്പിളിൽ രണ്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഗെയിമിംഗ് റിവ്യൂ അല്ലെങ്കിൽ ഗെയിമിങ്ങിൻ്റെ ആ ക്ലിപ്പ് നമുക്കിപ്പോൾ കാണാം. ഗെയിമിംഗ് എനിക്ക് മോശം അഭിപ്രായമൊന്നുമില്ല. കാരണം 7,500 ഫോണാണ്. വളരെ മികച്ച രീതിയിൽ എനിക്ക് വലിയ ഫ്രെയിം ഡ്രോപ്പോ ഒന്നും, എനിക്ക് ഫ്രെയിം റേറ്റോ ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ കാരണം ഇതിന് 720p ഡിസ്പ്ലേ ഉള്ളൂ എന്നുള്ളത് വലിയ അഡ്വാൻറ്റേജാണ് ഗെയിം കളിക്കുന്ന കാര്യത്തിൽ. അത് സ്നാപ്ഡ്രാഗൺ 450 അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും, പ്രത്യേകിച്ച് 720p ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം സൗണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് ഇതിലൂടെ തന്നെ അറിയാം. ഞാനൊരു വലിയ ഗെയിമറൊന്നും അല്ലാത്തതാണ് മാസ്കോട്ട്. എനിക്ക് കളിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഗെയിമാണ് ഞാൻ കളിക്കുന്നത്. PUBG ഒന്നും ഞാൻ കളിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചു എനിക്ക് ഐഡിയ ഇല്ല.
ഇനി നമുക്ക് ഈ ഫോണിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറിൽ ഒന്നാണ് ബാറ്ററി. 4230 mAh ബാറ്ററിയാണ് ഫോണിനുള്ളത്. പിന്നെ കളർ ഓയസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ക്രീൻ ഓൺ ടൈം ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല, നോക്കാനും പറ്റില്ല. ഇതിൻ്റെ ഏകദേശം ഒരു കണക്കാണ്. എനിക്ക് തോന്നുന്ന 9 to 10 മണിക്കൂറിൻ്റെ അടുത്ത് ചിലപ്പോൾ എനിക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടിക്കാണും. പിന്നെ ഞാൻ വ്യക്തമായി അറിയാൻ വേണ്ടി ഞാൻ മേജർലി ഇത് റിവ്യൂ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സമയത്ത്, നന്നായി പുഷ് ചെയ്യുന്ന സമയത്ത് G7 ബാറ്ററി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഏകദേശം 50% ആയപ്പോൾ ഏകദേശം 4 മണിക്കൂർ പ്ലസ് ബാറ്ററി ബാക്കപ്പ് അതിന് ഓൾറെഡി ഉണ്ടായിരുന്നു. 4.5 മണിക്കൂർ 50%, 56% ആയപ്പോൾ അത്രയും ഉണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത് 9 to 10 മണിക്കൂറിന് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നതാണ് എനിക്ക് തോന്നിയത്. പിന്നെ എൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ എൻ്റെ ചാർജിങ് ഭയങ്കര സ്ലോ ആണ്. 3 to 4 മണിക്കൂർ ചിലപ്പോൾ ചാർജ് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കൂടെ വന്ന ചാർജറും കൊള്ളില്ല, ഒട്ടും സ്പീഡില്ല. 5W 1amp ചാർജറാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതിന് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടില്ലാണ്ട് നിങ്ങൾ വേറൊരു ചാർജ് യൂസ് ചെയ്തുകൊണ്ട് ഇത് സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര നല്ലതാണ്. അടുത്ത നമുക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ ക്യാമറയാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതിന് ഡ്യുവൽ ക്യാമറ ഉള്ളത്. 13MP f2.2 ക്യാമറയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. പിന്നെ ഒരു 2MP ഡെപ്ത് സെൻസറുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 5MP ക്യാമറയുണ്ട്. f2.4 അപ്പർച്ചറുള്ള. ഫ്ലാഷ് ഇല്ല ഇതിന്, പക്ഷേ സ്ക്രീൻ ഇത് ഫ്ലാഷായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ ക്യാമറ ആപ്പ് നോക്കാം. എനിക്ക് ഓപ്പോയുടെ ക്യാമറ ആപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാമറയാണ്. നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ക്യാമറ ആപ്പാണത്. ആകെയുള്ള വ്യത്യാസം ബാക്കിയുള്ള Realme 2 Pro-ന് വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന് പ്രോ മോഡില്ല. അപ്പോൾ നമുക്ക് കാണാൻ ടൈം ലാപ്സ് ഉണ്ട്, വീഡിയോ മോഡുണ്ട്, ഫോട്ടോ മോഡുണ്ട്, പോർട്രേറ്റ് മോഡുണ്ട്, സ്റ്റിക്കറുണ്ട്, പാനോ ഉണ്ട്. സ്റ്റിക്കർ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറ യൂസ് ചെയ്യാം. സ്റ്റിക്കർ നമ്മുടെ മേത്തോടെ സ്റ്റിക്കർ AR സ്റ്റിക്കേഴ്സ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന് പ്രോ മോഡില്ല എന്നുള്ളതാണ്, പ്രൊഫഷണൽ മോഡില്ല. അപ്പോൾ നമുക്ക് ഓട്ടോ മോഡിൽ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ വരുന്ന ഫീച്ചേഴ്സ് വെച്ച് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പനോരമയുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കാം. ഫ്രണ്ട് ക്യാമറ 5MP ക്യാമറയാണ്. പിന്നെ AI മോഡുണ്ട്, നമുക്ക് AI ബ്യൂട്ടി മോഡുണ്ട്, ഞാൻ യൂസ് ചെയ്യാറുള്ള ബ്യൂട്ടി മോഡ്. പിന്നെ റെസൊല്യൂഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു സ്ക്വയർ അങ്ങനെ കുറച്ച് ഇതായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ടൈമറാണത്. പിന്നെ നമുക്ക് ഡെപ്ത് മോഡാണ്, അതായത് ഫ്രണ്ട് ക്യാമറയ്ക്ക് ഡെപ്ത് മോഡ് അവർ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ HDR മോഡുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഫ്ലാഷ് ഉണ്ട്, സെൽഫി ഫ്ലാഷാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവർ ഡെപ്ത് മോഡ് ഫ്രണ്ട് ക്യാമറയ്ക്ക് അവിടെ തന്നെ ഓപ്ഷനായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്ക് ക്യാമറയ്ക്കുള്ള പോർട്രേറ്റ് മോഡ് അതിൽ വേറൊരു ഓപ്ഷനായിട്ട് അതിനകത്ത് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ നോക്കാം. ബാക്ക് ക്യാമറ സെയിം ആണ്, റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് സ്ക്വയർ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടൈമർ ഉണ്ട് അവിടെ തന്നെ. നമ്മൾ ഡെപ്ത് മോഡ് എന്നൊരു ഓപ്ഷൻ അവിടെ നിന്ന് മാറ്റിയത്, കാരണം പോർട്രേറ്റ് മോഡ് പ്രത്യേകം അവർ വേറെ ഓപ്ഷനായിട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. HDR മോഡുണ്ട്, പിന്നെ ഫ്ലാഷ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോർട്രേറ്റ് മോഡുണ്ട്. പോർട്രേറ്റ് മോഡ് വലിയ തരക്കേടില്ലാത്ത പോർട്രേറ്റ് മോഡാണ്. Realme C1ൻ്റെ ഭയങ്കര ഗംഭീരമൊന്നുമല്ല. 7500 രൂപയ്ക്ക് നിങ്ങൾ അത്രയൊക്കെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാനും പാടുള്ളൂ. പിന്നെ നമുക്ക് നോക്കാം വീഡിയോ, നമുക്ക് നോക്കാം അതെ വീഡിയോ. അപ്പോൾ നമുക്ക് 1080p വരെയാണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ. 720p ഓപ്ഷൻ അതിനകത്തുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയ്ക്ക് വരെ 1080pയും 720pയും റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാമറ സാമ്പിൾ സംസാരിക്കുകയാണെങ്കിൽ ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല, അതായത് നല്ല വെളിച്ചമുള്ളപ്പോൾ നന്നായിട്ട് അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെ ഫോട്ടോസ് എടുക്കുന്നതാണ്. മാക്രോ മോഡും വലിയ തരക്കേടില്ല. അധികം ഡീറ്റെയിലൊന്നും ഭയങ്കര ഗംഭീരമാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ പ്രൈസിന് ഇത് ഭയങ്കര നല്ലൊരു ക്യാമറയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കളേഴ്സ് ഇത്തിരി ഡിമ്മാണെന്ന് എനിക്ക് തോന്നി. HDR മോഡ് ഹിറ്റ് ഓർ മിസ് ആണ്. ചിലപ്പോൾ വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ നേരത്തെ വർക്ക് ചെയ്യില്ല, ഇതിൽ വർക്ക് ചെയ്തു. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാൽ കുറവാണ്. പോർട്രേറ്റ് മോഡ് അതുപോലെ സബ്ജക്റ്റ് സെപ്പറേഷൻ വലിയ തരക്കേടില്ലെങ്കിലും പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ വല്ലാതെ കുറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് തോന്നി. കളറും വല്ലാണ്ട് മങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ലോ ലൈറ്റ് മോശമാണ്, അതിൽ വലിയ സംശയമൊന്നും വേണ്ട. കുറച്ച് വെളിച്ചമുള്ളെങ്കിൽ വളരെ മോശമായിരിക്കും. പിന്നെ ഫ്രണ്ട് ക്യാമറ അതുപോലെ വെളിച്ചമുള്ളപ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് സെൽഫി കിട്ടും. HDR മോഡൊന്നും മര്യാദ വർക്ക് ചെയ്യുന്നില്ല. പോർട്രേറ്റ് മോഡ് സെൽഫി പോർട്രേറ്റ് വലിയ തരക്കേടില്ല, നിങ്ങൾക്ക് കാണാം, വലിയ തരക്കേടില്ലാണ്ട് വർക്ക് ചെയ്യും. ലോ ലൈറ്റ് റിയർ ക്യാമറയേക്കാളും മോശമാണ് ഫ്രണ്ട് ക്യാമറയുടെ അവസ്ഥ. Hi guys, this is the rear camera sample of Realme C1. വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തരക്കേടില്ല. പിന്നെ ഈ പ്രൈസിൽ നമുക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല.
തരക്കേടില്ലാത്ത വീഡിയോ ആണ്. അതായത് ഡേ ലൈറ്റിൽ നല്ല അത്യാവശ്യം വെളിച്ചമുള്ളപ്പോൾ നന്നായിട്ട് എടുക്കും. ഫോക്കസിങ്ങും വലിയ തരക്കേടില്ല, ജമ്പിയാണ്, എന്നാലും കുഴപ്പമില്ല. ഈ പ്രൈസിന് ഈ വീഡിയോ വളരെ മികച്ചതാണ്. Hi guys, this is the front camera sample of Realme C1. ഫ്രണ്ട് ക്യാമറ വലിയ തിരക്കേടില്ല. സൗണ്ട് റെക്കോർഡിങ് വളരെ അത്ര നല്ലതല്ല. 2000 ബാക്കായാലും എക്സ്പോസർ വലിയ തിരക്കേടില്ല. ഫോക്കസ് സബ്ജക്റ്റ് തന്നെയാണ്. തിരക്കേടില്ലാത്ത ഫ്രണ്ട് ക്യാമറയാണ്. അതായത് വെളിച്ചമുള്ളപ്പോൾ തിരക്കേടില്ലാത്ത ഫ്രണ്ട് ക്യാമറയാണ്. Hi, this is the rear camera sample of Realme C1. ലോ ലൈറ്റ് സ്റ്റിൽ ഇമേജസ് പോലെ തന്നെ വളരെ മോശമാണ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതായി പോലും നമുക്ക് തോന്നണില്ല. This is the front camera sample of Realme C1 at ഫ്രണ്ട് ക്യാമറ ഏകദേശം അതുപോലെ തന്നെയാണ്. ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ 7500 രൂപയ്ക്ക് റിയൽമി C1 വേർത്തായിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് കിട്ടില്ല. ഈ പ്രൈസ് പോയിൻ്റ് ഇതിന് മികച്ചൊരു ഡിസൈനാണുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ ഈ പ്രൈസ് പോയിൻ്റ് വെച്ച് നോക്കാൻ വളരെ നല്ലതാണ്. അതായത് ഇൻഡോർ യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ്. ഔട്ട്ഡോർ തരക്കേടില്ല എന്ന് പറയാം. അധികം ബ്രൈറ്റ് ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ പോലും ഈ പ്രൈസ് പോയിൻ്റ് ഈ ഡിസ്പ്ലേ വളരെ മികച്ചതാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ 450 ആയതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ 450 ഈ പ്രൈസ് പോയിന്റിൽ എങ്ങനെ നോക്കിയാൽ ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്നൊരു പ്രോസസ്സറാണ്. ബാക്കിയുള്ള ഫോണിന് വളരെ കൂടുതൽ വില കൊടുക്കേണ്ടി വരും ഈ പ്രോസസ്സറുള്ള ഫോൺ കിട്ടാൻ. പിന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ പ്രൈസ് പോയിന്റിലൊക്കെ പോകുമ്പോൾ എപ്പോഴും സ്നാപ്ഡ്രാഗൺ എന്ന ചിപ്പ് സെറ്റുള്ള ഒരു ഫോൺ പ്രിഫർ ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെ ക്യാമറ ആവറേജോ ബിലോ ആവറേജോ കണ്ടീഷൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ എൻ്റെ ക്യാമറ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിൻ്റെ OS എനിക്കിഷ്ടമല്ല, പക്ഷേ ചിലവർക്ക് അത് ഇഷ്ടമാകുമായിരിക്കും. ഒരു ഓക്കേഷ് ആയിട്ടുള്ള OS ആണ്. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ ഇത് ഓഫർ ചെയ്യുന്നത് വേറൊരു ഫോൺ ഓഫർ ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ 9000 രൂപ 8000 രൂപ താഴെയുള്ള ഫോണുകൾ, അതായത് 9000 രൂപ താഴെയുള്ള ഫോണുകൾ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ഫോണാണ് റിയൽമി C1. ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.